കൊടൈക്കനാലിൽ പോയപ്പോ എവിടെ സ്റ്റേ ചെയ്തെന്നറിയോ? ജർമ്മൻ സെറ്റിൽമെന്റ്. ഒരു പഴയ കാലത്തെ വീടാണത്. ബ്രിട്ടീഷുകാരൊക്കെ താമസിച്ചതാ. ഒരു പഴയ അടിപൊളി ബംഗ്ലാവ്. ഇതെവിടെ വരണേന്നറിയോ? റോമൻസ് സിനിമ ഷൂട്ട് ചെയ്ത പള്ളിയുടെ അടുത്താണ്. വെൽക്കം ടു ഡേബ്രേക്ക് ഗേൾസ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുതേ. ആദ്യം കുറച്ച് ദൂരം നമുക്ക് വണ്ടിയിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞ് അവിടെ 4 ചെറിയ വീടുകളും വലിയൊരു വീടും. എല്ലാ വീടുകളും വലിയ വലിയ മരങ്ങളുടെ ഇടകളിലാണ്. നമുക്ക് കാട്ടിൽ താമസിക്കുന്ന ഫീലായിരിക്കും. വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കാട്ടിക്കൂടെ പോണൊരു ഫീലാണ്. ഓടിക്കളിക്കാൻ കുറേ സ്ഥലമുണ്ട്. പിന്നെ അവരെ കുറേ പാർക്കും ഉണ്ട്. അവിടെ 4 പഴയ വീടുകളുണ്ട്. അതിലേറ്റവും വലിയ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിച്ചത്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടത് നിറച്ച് കാടാണ്. ഇവിടെ നിന്നാണ് കാട്ടുപോത്തുകളൊക്കെ വരിക. അവിടെ രാവിലെ കാട്ടുപോത്തൊക്കെ വരാറുണ്ട്. ഞങ്ങൾ കണ്ടില്ല, പക്ഷെ അവിടുത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവിടെ പിള്ളേർ കളിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. സീസോ, സ്ലൈഡ്, ഊഞ്ഞാല്, അങ്ങനെ കുറേ ഉണ്ട്. ഓടിട്ട വീടാണ്. എന്തായാലും നല്ല രസമായിരുന്നു താമസിക്കാൻ. അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇതാണ് റൂമിൻ്റെ ഉൾവശം. എല്ലാനും വലിയ റൂമുകളാ. വലിയ റൂമും വലിയ ബെഡും ആണ് ഇവിടെ. കുറേ ആൾക്കാർക്ക് താമസിക്കാം. ഞങ്ങൾ 4 ഫാമിലി താമസിച്ചു. ഞാനാണ് ഇവിടുത്തെ വർഗങ്ങളും ഉണ്ടാക്കിയത്. ഓരോ വർഗകൾ കഴിയുമ്പോഴും ഞാൻ പുതിയ വർഗകൾ വയ്ക്കും. ഇവിടെ ഒരു കുഞ്ഞ് TV ഉണ്ട്. പിന്നെ ഒരു ഫയറും ഉണ്ട്. ഞങ്ങളവിടെ TVയും കണ്ട് ചൂടൊക്കെ പിടിച്ചിരുന്നു. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ഫയർ പ്ലേസ് ഉണ്ട്. ഫയർ പ്ലേസ് കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ ചൂടുണ്ടാവും. ഇവിടെ ഉണ്ടല്ല ബങ്ക് ബെഡ് ഉണ്ടായിരുന്നു.
ഞങ്ങൾ ബങ്ക് ബെഡിന്റെ മുകളിലാണ് കിടന്നത്. രാത്രി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് അപ്പം ഒരു ചേട്ടൻ ഓടി വന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. രാത്രി വീട് കാണാൻ പ്രേതത്തിൻ്റെ വീട് പോലെ ഉണ്ട് കാണാൻ. ചുറ്റും കാട്, കാടിൻ്റെ ഉള്ളിലൊരു വീട്. കയറി ചെല്ലുമ്പോൾ തന്നെ വിസിറ്റിംഗ് റൂം ഉണ്ട്, പിന്നെ 4 ബെഡ്റൂം ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്. കുറേ പേർക്കൂടെ താമസിക്കാം. വലിയ വീടാ. ഫയർ പ്ലേസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പണ്ട് കാലത്ത് തണുപ്പുള്ള സ്ഥലത്ത് വീടിൻ്റെ അകത്ത് ചൂടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഫയർ പ്ലേസ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മരക്കഷ്ണങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുക. ഞങ്ങളിതിൻ്റെ ചൂട് കണ്ടിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫയർ പ്ലേസ് ഉള്ള വീട്ടിൽ താമസിക്കണം. ഇത് എവിടെയാണെന്നറിയോ? കൊടൈക്കനാൽ. ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ എല്ലാവരും തീയൊക്കെ കത്തിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. Thank you for watching the video. Love you all. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കൂലല്ലോ അല്ലേ?